ഉടൻ തന്നെ ഷ്രൈഡർക്ക് ഹാർമൺ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസുകൾ ആരംഭിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ പുതിയ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു. ഒരാൾ ഹാർമൺ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു. അടുത്തത് സ്റ്റുഡന്റ് കമ്മിറ്റി ചെയർമാനായ ആംബ്രോസ് ആയിരുന്നു. പ്രിൻസിപ്പളും ആംബ്രോസും ചേർന്ന് ഹാർമൺ കോളേജ് മറ്റുള്ള കോളേജിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി അവർ കോളേജിന്റെ ഒരു പുതിയ സ്ട്രക്ചർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം മറ്റൊരിടത്ത് ബിയുടെ യൂണിവേഴ്സിറ്റിയുടെ പണികൾ നടന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ബിക്ക് അച്ഛന്റെ ഒരു ഫോൺ കോൾ വരുന്നു. വെബ്സൈറ്റിൽ നിന്ന് അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി. അതിനാൽ തന്നെ ഡീനുമായിട്ടൊരു മീറ്റിംഗ് വെക്കാൻ ബിയോട് ആവശ്യപ്പെടുന്നു. ബിയും കൂട്ടരും വീണ്ടും അസ്വസ്ഥരായി. കോളേജിന് വേണ്ടി ഒരു ഡീനിനെ കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു. കോളേജ് ഡീനാകാൻ വേണ്ടി ഷ്രൈഡറിന്റെ അങ്കിളായ ബെന്നിനെ അവർ സമീപിക്കുന്നു. ബെൻ ഒരു മുൻ അധ്യാപകനാണ്. എന്നാൽ ബെന്നിന്റെ ഭാഷയും സ്വഭാവവും കാരണം കോളേജിൽ നിന്ന് അയാളെ പുറത്താക്കി. ബെൻ ഇപ്പോൾ ഒരു കുട്ടികളുടെ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു. എന്നാൽ അവിടെ വരുന്ന കുട്ടികളെയെല്ലാം അയാൾ കരയിക്കുന്നു. അതിനാൽ തന്നെ അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയത്താണ് ബിയും ഷ്രൈഡറും ബെന്നിനെ കാണാനെത്തുന്നത്. അതിനാൽ തന്നെ ഡീനാകാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം ബിയുടെ പേരൻസ് എത്തുന്നതുകൊണ്ട് അവിടെ ഒരു കോളേജ് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ബിയുടെ ഫ്രണ്ട്സ്. അതിനായി റോറി പാർട്ട് ടൈം ചെയ്തിരുന്ന കോളേജിലെ കുട്ടികളെ കൊണ്ടുവന്ന് സൗത്താം യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് നിർത്തുന്നു. ഉടൻ തന്നെ ബിയുടെ പേരൻസ് അങ്ങോട്ടേക്ക് എത്തി ബി അവരെ കോളേജ് ചുറ്റിക്കാണിക്കാൻ ആരംഭിച്ചു. കോളേജിനെ പറ്റി ബിയുടെ സഹോദരിക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചു. അവർ ബിയുടെ കോളേജ് ഡീനുമായി സംസാരിച്ച ശേഷം ബിയെ കോളേജിലാക്കിയിട്ട് മടങ്ങുന്നു.